നമസ്കാരം സുഹൃത്തുക്കളെ, DC മെഷീൻസിൽ ഫീൽഡ് അമച്വർ വൈൻഡിങ് റെസിസ്റ്റൻസ് എങ്ങനെ അളക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ സാധ്യമാകും. വിശദാംശങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ഒരു DC മെഷീന്റെ ടെർമിനലുകൾ പരിശോധിച്ച് തിരിച്ചറിയുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് DC മെഷീന്റെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അളക്കുക. റിസൾട്ടുകൾ താരതമ്യം ചെയ്യുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് DC മെഷീന്റെ അമ്മീറ്റർ റെസിസ്റ്റൻസ് അളന്ന് ഉറപ്പുവരുത്തുക. ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. സ്ക്രൂ ഡ്രൈവർ, insulated combination pliers, double-ended spanner set, moving coil voltmeter 0 to 25 volt, moving coil ammeter 0 to 100 milliamperes, series or shunt type ohm meter 0 to 50 ohms, moving coil ammeter 0 to 5 amperes, moving coil voltmeter 0 to 500 volt, battery 24 volt, battery 6 volt, rheostat 250 ohms 1 ampere, DC compound machine, rheostat 10 ohm 5 amperes, PVC insulated copper cable, crocodile clips, test clamp. ഒരു DC മെഷീന്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. നൽകിയിരിക്കുന്ന മെഷീന്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. DC മെഷീന്റെ ടെർമിനൽ കവർ നീക്കം ചെയ്യുക. ശരിയായ ടൂൾസ് ഉപയോഗിക്കുക. സ്ക്രൂ ഹെഡ്സിന് കേടുപാടുകൾ ഒഴിവാക്കുക. സ്ക്രൂസ് ഒരു ട്രേയിൽ സൂക്ഷിക്കുക. 4 ടെർമിനലുകൾക്കിടയിൽ ഏതെങ്കിലും 2 ജോഡി ടെർമിനലുകൾക്കിടയിൽ മൾട്ടിമീറ്റർ പ്രോബ്സ് വയ്ക്കുക. മൾട്ടിമീറ്ററിൽ ബീപ്പ് ശബ്ദം ഉണ്ടാക്കുന്ന വൈൻഡിംഗ് പെയർ തിരിച്ചറിയുക. പെയറുകൾ കണ്ടെത്തിയ ശേഷം മൾട്ടിമീറ്ററിനെ ലോ റെസിസ്റ്റൻസ് മോഡിലേക്ക് സെറ്റ് ചെയ്ത് പെയറുകൾക്കിടയിൽ ടെർമിനലുകൾ വയ്ക്കുക. കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പെയർ ആർമേച്ചർ ടെർമിനലുകളാണ്. ഉയർന്ന റെസിസ്റ്റൻസ് മൂലമുള്ളവ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങുകളാണ്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അളക്കുക. S1 സ്വിച്ച് വഴി റിയോസ്റ്റാറ്റിന്റെ ഇൻപുട്ടിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ബന്ധിപ്പിക്കുക. റിയോസ്റ്റാറ്റ് ഔട്ട്പുട്ടിൽ നിന്ന് മൂവിംഗ് കോയിൽ അമ്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് നെഗറ്റീവ് ടെർമിനൽ ഷണ്ട് ഫീൽഡ് വൈൻഡിംഗ് E1ലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് E2 കണക്ട് ചെയ്യുക. ശരിയായ പൊളാരിറ്റിയിൽ സർക്യൂട്ടിന് പാരലലായി മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് അമ്മീറ്ററിൽ 20 മില്ലി ആംപിയർ ലഭിക്കുന്നതിന് റിയോസ്റ്റാറ്റ് ക്രമീകരിച്ചുകൊണ്ട് സർക്യൂട്ട് ഓൺ ചെയ്യുക. വോൾട്ട് മീറ്റർ, മില്ലി അമ്മീറ്റർ റീഡിംഗുകൾ റീഡ് ചെയ്ത് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. റിയോസ്റ്റാറ്റ് വ്യത്യാസപ്പെടുത്തി 40, 60, 80, 100 മില്ലി ആംസ് എന്നിങ്ങനെ വ്യത്യസ്ത വാല്യൂകൾക്കായി അമ്മീറ്റർ സജ്ജമാക്കുക. കൂടാതെ വോൾട്ട് മീറ്റർ റീഡിംഗുകൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. സർക്യൂട്ട് ഓഫ് ചെയ്ത് R=V/I ഫോർമുലയിൽ വോൾട്ടേജ്, കറന്റ് എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെസിസ്റ്റൻസ് വാല്യൂ R കണക്കാക്കുക. നിങ്ങൾക്ക് വോൾട്ടേജ്, കറന്റ് എന്നിവ അളക്കാനും സർക്യൂട്ട് ഡയഗ്രാമിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് 220 വോൾട്ട് DC പവർ സപ്ലൈ നേരിട്ട് പ്രയോഗിച്ച് റെസിസ്റ്റൻസ് മൂല്യം കണക്കാക്കാനും കഴിയും. ഒരു ഓം മീറ്റർ ഉപയോഗിച്ച് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അളക്കൽ. ഒരു സീരീസ് ടൈപ്പ് ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ എടുക്കുക. ശരിയായ ഓമിക് റേഞ്ച് തിരഞ്ഞെടുത്ത് അതിന്റെ മൂല്യം ഉചിതമായ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് അളക്കാൻ ഒരു സീരീസ് ടൈപ്പ് ഓമീറ്റർ ഉപയോഗിക്കുക. മീറ്റർ ലീഡ്സിനെ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ മെഷീന്റെ ഷണ്ട് ഫീൽഡ് ടെർമിനൽസിലേക്ക് കണക്ട് ചെയ്യുക. ചുവടെയുള്ള ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് വാല്യൂ റീഡ് ചെയ്ത് നോട്ട് ചെയ്യുക. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിന്റെ മൂല്യം 200 ഓംസ് ആണ്. റീഡിംഗുകൾ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡിൽ രേഖപ്പെടുത്തിയ റീഡിംഗുകളുമായി താരതമ്യം ചെയ്യുക. വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉപയോഗിച്ച് ആർമേച്ചർ റെസിസ്റ്റൻസ് അളക്കുക. ഒരു 6 വോൾട്ട് ബാറ്ററി, സ്വിച്ച് S1, റിയോസ്റ്റാറ്റ്, മൂവിംഗ് കോയിൽ അമ്മീറ്റർ എന്നിവയെല്ലാം സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന കൃത്യമായ പൊളാരിറ്റി ഉപയോഗിച്ച് A1, A2 എന്നീ ആർമേച്ചർ ടെർമിനലുകളുമായി സീരീസ് ആയി കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന കൃത്യമായ പൊളാരിറ്റി ഉപയോഗിച്ച് സർക്യൂട്ടിന് പാരലൽ ആയി മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. പരമാവധി പൊസിഷനിലാണ് വച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് സർക്യൂട്ട് ഓൺ ചെയ്യുക. ചിലപ്പോൾ
ടെസ്റ്റിംഗ് സമയത്ത് ആർമേച്ചർ സാവധാനം കറങ്ങാൻ തുടങ്ങും. അത്തരം സന്ദർഭങ്ങളിൽ തെറ്റായ റീഡിംഗ് ഒഴിവാക്കാൻ കൈകൊണ്ട് ഒരു സ്ഥിരമായ ഒരു പൊസിഷൻ ആമേച്ചർ പിടിക്കുക. റിയോസ്റ്റാറ്റ് ക്രമീകരിച്ച് അമ്മീറ്ററിന്റെ റീഡിംഗ് 0.5 ആംപിയേഴ്സ് ആയി സെറ്റ് ചെയ്യുക. ആമേച്ചർ കൈകൊണ്ട് വ്യത്യസ്ത പൊസിഷനിലേക്ക് തിരിക്കുക. റീഡിംഗ് മാറാതെ തുടരുന്നത് കാണുക. റിയോസ്റ്റാറ്റിലെ റെസിസ്റ്റൻസ് ക്രമേണ കുറയ്ക്കുക. 1, 1.5, 2, 2.5 ആംസ് എന്നിങ്ങനെ വ്യത്യസ്ത വാല്യൂകളിലേക്ക് അമ്മീറ്റർ റീഡിംഗുകൾ സെറ്റ് ചെയ്യുക. ടേബിളിലെ വോൾട്ട് മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. കൂടാതെ R=V/I ഫോർമുലയിലേക്ക് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും അനുബന്ധ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെസിസ്റ്റൻസ് കണക്കാക്കുക. സർക്യൂട്ട് ഓഫ് ചെയ്ത് ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ ശരാശരി വാല്യൂ കണ്ടെത്തുക. ഓംമീറ്റർ ഉപയോഗിച്ച് ആർമേച്ചർ റെസിസ്റ്റൻസ് അളക്കുക. ആംമീറ്റർ ടെർമിനലുകൾക്കിടയിൽ ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് റെസിസ്റ്റൻസ് അളക്കുക. ആമേച്ചറിന്റെ ലോ വാല്യൂ റെസിസ്റ്റൻസ് അളക്കുവാൻ ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ ഉപയോഗിക്കുക. ആമീറ്റർ കൈകൊണ്ട് വ്യത്യസ്ത പൊസിഷനുകളിലേക്ക് തിരിക്കുക. റീഡിംഗ് മാറാതെ തുടരുന്നത് കാണുക. മീറ്റർ റീഡിംഗ് ശ്രദ്ധിച്ച് താഴെ രേഖപ്പെടുത്തുക. ആമേച്ചർ റെസിസ്റ്റൻസ് വാല്യൂ 0.5 ഓം ആണ്. റീഡിംഗുകൾ വോൾട്ട് മീറ്റർ ആമ്മീറ്റർ മെത്തേഡ് രേഖപ്പെടുത്തിയ റീഡിംഗുകളുമായി താരതമ്യം ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു DC മെഷീന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ഒരു DC മെഷീന്റെ ടെർമിനലുകൾ പരിശോധിച്ച് തിരിച്ചറിയുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് DC മെഷീന്റെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അളക്കുക. റിസൾട്ട് താരതമ്യം ചെയ്യുക. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് DC മെഷീന്റെ അമച്വർ റെസിസ്റ്റൻസ് അളന്ന് ഉറപ്പുവരുത്തുക. DC മെഷീൻസിൽ ഫീൽഡ് അമച്വർ വൈൻഡിംഗ് റെസിസ്റ്റൻസ് എങ്ങനെ അളക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.